ഹായ്. അപ്പം നമ്മളിന്ന് വെറുതെ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. അമ്മയുണ്ട്, സെബയുണ്ട് കാറിൽ. ഓക്കെ, അങ്ങനെ വണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അമ്മച്ചി ഗേറ്റ് അടയ്ക്കാൻ തോന്നുന്നുണ്ട്. ഞാൻ നേരെ ഇങ്ങോട്ട് പോകുന്നു. സെബൻ്റെ നമ്മളിപ്പോൾ എന്തിനാ പോകുന്നത് പുറത്തേക്ക്? ഏത് ചേച്ചിക്ക് എന്തിനാ അവരെ നമുക്ക് അമ്മയുടെ നോക്കിയാൽ പോരെ. പെട്ടു. വലിയ കോള, എനിക്ക് അവിടെ സൈഡ് കൊടുക്കാൻ കഴിയില്ല. അത്ര പേടിക്കാനായിട്ടൊന്നുമില്ല. ഇവിടെ എന്തോ നോക്കുന്നത്, റോഡിന് എന്തോ ഒരു സ്പേസ് ഉണ്ട് അങ്ങോട്ട് നോക്ക്. പിന്നെ റോഡിന് ഇത്ര സ്പേസ് ഉണ്ട് അങ്ങോട്ടേക്ക്. എന്നിട്ടാ പേടിക്കും അങ്ങോട്ട്. അപ്പൊ നശിപ്പിച്ചില്ലേ? എന്ത് പണിയാ ചേട്ടാ കാണിച്ചത്? ഒരു അവിടെ അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, കാര്യമുണ്ട് ചേട്ടാ. അതെ, അതിനി പൊളിഞ്ഞു പോയില്ല. ഇനി അതിന് എന്താ ചെയ്യണ്ടേ? നഷ്ടപരിഹാരം വേണം. ഈ ഓട്ടോക്കാർക്കുള്ളൊരു പരിപാടിയാണ്. അല്ല, നമുക്ക് പൈസ കിട്ടിയാൽ മതി. കാരണം ഇത് ചേട്ടന്റെ തെറ്റാ. നമ്മള് മര്യാദയ്ക്ക് വന്നിട്ട് ചേട്ടന്റെ ഭാഗത്തെ തെറ്റാത്. അതുകൊണ്ട് ചേട്ടൻ പൈസ തന്നെ പറ്റുള്ളൂ. ഒരു നോക്കിയെടുക്കലുമില്ല. പിന്നെ അങ്ങനെ അത്ര നോക്ക്, നമ്മുടെ വണ്ടി അടക്കം നോക്ക്. നമ്മൾ ഇത്ര സൈഡിലല്ല എടുക്കുന്നേ. നമ്മൾ എവിടെ നിർത്തി അവിടെ തന്നെ. നമ്മൾ ഇത്രയും സൈഡിലാണ് ഉള്ളത്. അപ്പൊ അത് ആരുടെ മിസ്റ്റേക്കാ? നമ്മളിതാ ഇത്രയും സൈഡിലാണ് ഉള്ളത്, ഇവിടെ ഉള്ളത്. എന്തായാലും നഷ്ടപരിഹാരം തന്നേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പോലീസിനെ വിളിക്കാം. എന്തായാലും നഷ്ടപരിഹാരം വേണം. ആ പുള്ളിക്കാരനെ പറഞ്ഞു വിട്ടു കേട്ടോ. അതായത് എങ്ങനെയാണ് സംഭവം ഉണ്ടായത്? വണ്ടി ഓടിച്ച് അമ്മയ്ക്കല്ലേ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അയാൾക്ക് അവിടെ സൈഡ് വീതി ഉണ്ടെന്ന് അയാളോട് ഞാൻ ലൈറ്റ് ഉണ്ടല്ലോ. കിൽക്കം കേട്ടേ ഉണ്ടെന്നേ, കിൽക്കം കേട്ടാ പറ. തുറന്നു കിടക്കുവായിരുന്നു, നോക്കിക്കൊന്ന്. എൻ്റെ അമ്മ, ഞാൻ കിലുക്കം കേട്ടാന്ന് അവിടെ. ഇപ്പം പറ. അയാള് നമ്മളീ സൈഡിലായിരുന്നു ഒതുക്കിയിട്ട് നമ്മൾ ഒതുങ്ങി പോവായിരുന്നു. പിന്നെ അയാൾ എങ്ങനെ വന്ന് കയറി? അയാള് വീതി കുറഞ്ഞ റോഡിൽ കൂടെ അടിച്ചു കയറ്റി വിട്ടിട്ട് തട്ടിപ്പോയി. അതിനിടയ്ക്ക് ഒരു വെള്ള ഷർട്ടുകാരൻ വന്നു. കാരണം ഞാൻ എൻ്റെ ഫോണിലെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. അപ്പം ഇതിൽ അച്ഛനെ വിളിച്ചോണ്ടിരിക്കുവായിരുന്നു. അതുകൊണ്ട് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ആ വെള്ള ഷർട്ടുകാരൻ വന്നിട്ട് ഓട്ടോറിക്ഷക്കാരനെ വിട്ട് പാവമല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അച്ഛനും പറഞ്ഞു തോന്നല്ലേ, അങ്ങനെയാണ് പോയി. ഇപ്പം എത്ര രൂപയാവുമോ ശരിയാകണമെങ്കിൽ? അറിയത്തില്ല. നമ്മൾ എത്ര ശ്രദ്ധിച്ചു പോലും കണ്ടോ ഇങ്ങോട്ട് വന്ന് കയറുന്ന. ഞാൻ സത്യം പറഞ്ഞാൽ മിറർ പോയി കേട്ടോ വിചാരിച്ചേ. എൻ്റെ നോട്ടം മൊത്തം മിററിലോട്ടായിരുന്നു. മിററിലോട്ടേ
അമ്മേ, ഞാൻ മിറർ പോയിന്ന് വിചാരിച്ചേ. സബാ തൊണ്ടെന്നേ ഞാൻ കേട്ടതല്ലേ കിലുങ്ങുന്നുണ്ട്. സാറിനെ പോട്ടെ, കണ്ടോ കിലുങ്ങുന്ന കേട്ടോ. മിററും പോയോ? ഒന്നുകൂടെ ഒരു ഇതുണ്ടല്ലേ. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ മറ്റൊരു കോളിൽ ഇല്ല കുഴപ്പമില്ല, വിളിക്കുന്ന വ്യക്തി ഇല്ല കുഴപ്പമില്ല, പോട്ടെ. ആ നാല് മനുഷ്യനെ എവിടെ നിന്നാന്ന് ഞാൻ അറിയത്തില്ല. അവര് ഫ്രണ്ട്സൊക്കെ കാണുമായിരിക്കും. അതല്ലേ പുള്ളിക്കാരൻ പോയപ്പോ കാണണം എന്ന് പറഞ്ഞിട്ട് വിട്ടേ. അത് കേട്ടില്ല. അതുകൊണ്ട് ഇതെല്ലാം കള്ളൂടി പാർട്ടീസ് ഇരിക്കുന്നേ. ആ രണ്ടെണ്ണം അടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പുള്ളി മണം വരുന്നുണ്ടായിരുന്നു. അത് ആരുടെ എടുത്തെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇയാളുടെ അടുത്തോന്ന് ആരുടെ? ആ വെള്ള മനുഷ്യൻ്റെയോ? ആ വെള്ളം ഉടുപ്പിട്ട ആളുടെയോ? മറ്റേ തടിയുള്ള മനുഷ്യനാ പറഞ്ഞ നമ്പർ മേടിക്കാൻ. അയാൾ ആദ്യം വന്നേന്ന് എൻ്റെ നടന്നേനെ. അയാൾ രണ്ടാമത് വന്നേ. അയ്യേ ഛേ. അല്ല വലിയ കാര്യമായ പ്രശ്നം വന്നിട്ടില്ല. അതെ, മറ്റേ ലോറിക്കാരൻ കൊണ്ട് കയറ്റിയൊന്നും കയറ്റിയില്ല. ഒന്നും ആയില്ല എന്തായാലും. ആ ക്ലിപ്പല്ലേ പോയുള്ളൂ അല്ലേ? ക്ലിപ്പേ പോയുള്ളൂ. ആ ക്ലിപ്പ് പൊട്ടിപ്പോയില്ല ഭാഗ്യത്തിന്. അതെ, ഊരിങ്ങ് പോകുന്നതേ ഉള്ളൂ. അത് അവനോട് ചോദിച്ചു നോക്കാം. വിളിച്ചിട്ട് അവൻ വേറെ ഫോണിലാന്ന് തോന്നുന്നു. അത് താഴെ ചാടി പോരോടാ. അയാള് വിട്ടു. അയാള് ഇങ്ങനെ കരയുന്ന പോലെ ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ. അപ്പൊ അത് ഈ ഒട്ടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മറ്റേ ഇതെങ്ങാണ്ട് വെച്ച് സൂപ്പർ എന്താടാ അപ്പൊ നമ്മളല്ലാണ്ട് ഈ സൂപ്പർ ഗ്ലൂ ഒന്നും മേടിച്ച് ഒട്ടിച്ചാൽ ശരിയാവില്ല അല്ലേ? ആണോ? ഇപ്പൊ നിക്കുന്നുണ്ട്. ഇനി കട്ടറിലും കാണും ചാടും അങ്ങനെ എന്തെങ്കിലും പോയെങ്കിലും ഇല്ല അല്ലേ? ആ അപ്പൊ ഞാൻ അയാളെ വിടുന്നതിന് മുമ്പ് നിന്നെ വിളിച്ചു നോക്കിയേ, ഫോട്ടോ ഇട്ടിട്ട് എന്താ പറയണ്ടേന്ന്. പിന്നെ അയാള് ഒരു പ്രായമുള്ള മനുഷ്യൻ കരയുന്ന പോലെയൊക്കെ ആവുന്നു. അപ്പൊ പിന്നെ കൂടുതലൊന്നും പറയാൻ. എന്നാ വെച്ചോടാ. നീ എന്നാ വരുന്നേ? ഹലോ, എടുത്ത് വിളിക്കുവോ? ആ ഓക്കെ. കാര്യങ്ങളൊന്നും നടക്കാതെ അമ്മ തിരിച്ച് വീട്ടിൽ പോവാ. വണ്ടി തട്ടിയതോടുകൂടി അമ്മയുടെ എല്ലാ കോൺഫിഡൻസും പോയി. പാല് മേടിക്കാൻ പോയപ്പോ കട അടച്ചിടങ്ങുന്നു. അങ്ങനെ മൊത്തത്തിൽ ചമ്പി നാടൻ കിട്ട് വീട്ടിലോട്ട് പോകുന്നല്ലേ അമ്മ. ടൈറ്റിലിട്ടിരിക്കും. ആകെ മൊത്തം പണിപ്പാടി ദിവസം. ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ. നമുക്ക് നാളെ കാണാം. ബൈ.